നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ ശക്തമായി തന്നെ അവർ നിലപാട് തുടരുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്ഭുതകരമായ പല സംഭവ വികാസങ്ങളും ഉടനടി നടന്നു എന്ന് വരാം. പക്ഷേ ഉറപ്പായും നടക്കുന്നൊരു കാര്യമുണ്ട്. ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ വൈകാതെ തന്നെ രാജി ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. BJP MP-മാർ രാജിക്ക് ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് വരുമ്പോൾ BJP നേതൃത്വം മൊത്തത്തിൽ സടകുടഞ്ഞ് ഇതിനെതിരെയുള്ള നീക്കത്തിനായി വെമ്പൽ കൊള്ളുകയാണ്. ദേശീയ നേതൃത്വം ആകപ്പാടെ അങ്കലാപ്പിൽ തന്നെയാണ്. ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും, കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഭരണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഐക്യകണ്ഠേന അവരുടെ പ്ലാനുകൾ നടപ്പിലാക്കിക്കൊണ്ട് രണ്ടാം മോദി സർക്കാരിൻ്റെ അജണ്ടയുടെ തുടർച്ച തന്നെ നടപ്പിലാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്നാൽ അവിടെയും ഒരു വ്യത്യസ്തതയുണ്ട്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കോടതിയിലേക്ക് നീങ്ങാൻ, നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ തന്നെ തയ്യാറായിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ചില കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല തനിക്ക് എന്നുള്ളത് രാഹുൽ ഗാന്ധി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അത് സഖ്യകക്ഷികളുടെ നേതാക്കളും തുറന്നടിച്ചിട്ടുള്ളതാണ്. ഉത്തർപ്രദേശിലെ വോട്ടിംഗ് പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഖിലേഷ് യാദവ് കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പേപ്പർ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് രാജ്യത്ത് പഴയ പോലെ മടങ്ങേണ്ടതിൻ്റെ അനിവാര്യത ആവശ്യമാണ്. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സുതാര്യത, അതിനകത്തുള്ള അവ്യക്തത എല്ലാം ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കാൻ എക്കാലത്തും ഞങ്ങൾ നിന്നിട്ടുണ്ട് എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. ഈ കാര്യത്തിലും രാഹുൽ ഗാന്ധി അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ AICC യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ, കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്ക്, അതും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പോലും പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോക്സഭയിൽ 7 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലും നടന്ന വോട്ടെടുപ്പിൻ്റെ കാര്യം നമുക്കറിയാം. ഏറ്റവും ഒടുവിലത്തെ 7ാം ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനു മുമ്പായി നിശബ്ദ പ്രചരണം എന്ന രീതിയിൽ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം ഇരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതൊരു നിശബ്ദ പ്രചരണം തന്നെയായിരുന്നു. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള രീതികൾ കൃത്യമായി പ്രീ പ്ലാൻഡായി നടത്തുന്ന, ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് നടത്തുന്ന ഇത്തരം ഗിമിക്കുകൾ, അത് ഞങ്ങൾ ആരും അറിയില്ല എന്ന് കരുതരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കളിയുണ്ട്, ആ കളി തുറന്നു കാട്ടും, ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്.